വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കക്ഷിയുടെ യോഗം ഇന്നാണ്. നിയമസഭാ കോംപ്ലക്സിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലാണ് യോഗം. SIR-ൽ എതിർപ്പുണ്ടെങ്കിലും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ശക്തമായി എതിർക്കുമെന്ന് CPI വ്യക്തമാക്കി. പൗരന്റെ വോട്ടവകാശത്തെ നിഗൂഢ വഴിയിലൂടെ തട്ടിമാറ്റുന്ന കള്ളക്കളിയാണ് SIR എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട് പറഞ്ഞു. CPI മാത്രമല്ല, ജനാധിപത്യ ബോധമുള്ള എല്ലാ ഇന്ത്യക്കാരും ഈ SIR തട്ടിപ്പിനെ ഗൂഢപദ്ധതിയെ എതിർക്കും. BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന് അവർക്ക് സംശയമുള്ള എല്ലാവരെയും ഒഴിവാക്കിയിട്ട് അവർക്ക് പറ്റിയൊരു വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കം. ഇത് ജനാധിപത്യമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തെ മാനഭംഗപ്പെടുത്തലാണ്. ജനാധിപത്യത്തിൻ്റെ എല്ലാ മര്യാദകളെയും മാനഭംഗപ്പെടുത്തുന്ന നീക്കത്തിൻ്റെ പേരാണ് SIR. അങ്ങനെ വോട്ടെടുപ്പിൻ്റെ ഗീതയും ബൈബിളും ഖുറാനുമായ വോട്ടർ പട്ടികയെ BJPക്ക് വേണ്ടി വലിയ മെച്ചപ്പെടുത്തുന്ന ഒരു ഭ്രാന്തൻ്റെ പേരാണ് SIR. അതാണ് ബീഹാറിൽ കണ്ടത്. ആ രീതിയുമായിട്ട് ഇങ്ങോട്ട് ആരും വരേണ്ട. മിനി ബാബു റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ റിനു. ഗുഡ് മോർണിംഗ് SK. ഇന്ന് 11 മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിരിക്കുന്ന സർവകക്ഷി യോഗം. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസും അതുപോലെ തന്നെ LDF-ഉം ശക്തമായി SIR-നെ എതിർക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ BJPയുടെ പൂർണ്ണ പിന്തുണയാണ് ഉള്ളത്. 2022-ലെ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ നിലവിൽ ക്രമപ്പെടുത്തുന്നത്. ഏകദേശം 2025-ലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് ക്രമപ്പെടുത്തുവാനുള്ള ഒരു തീരുമാനം. ഏകദേശം 2 ലക്ഷത്തിലധികം വോട്ടർമാരുടെ ആധാർ അടക്കമുള്ള രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒഴിവാകും എന്നുള്ളതാണ്. ബീഹാർ മോഡൽ വോട്ടർ പട്ടിക പരിഷ്കരണമാണെങ്കിൽ ശക്തമായി എതിർക്കുമെന്നുള്ളതാണ് ബിനോയ് വിശ്വം പറയുന്നത്. CPI നേരത്തെ തന്നെ ഇതിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് ഇന്നും പക്ഷേ ഈ യോഗത്തിൽ പങ്കെടുക്കും. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൃത്യമായി തന്നെ ഏത് രീതിയിലായിരിക്കും ഇത് നടപ്പിലാക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു ആമുഖ സംഭാഷണമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ നൽകുക എന്നുള്ള വിവരമാണ് നമുക്ക് ഉള്ളത്. അതിനുശേഷം 11 മണിയോടുകൂടി യോഗത്തിന് ശേഷം വിദേശത്ത് നിന്നുള്ളവരുമായി, അതായത് വിദേശത്തുള്ള പൗരന്മാരുമായി, കേരളത്തിലെ വോട്ടർമാരുമായിട്ടും ഒരു ഓൺലൈൻ മീറ്റിംഗ് അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ഈ അവലോകനത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശക്തമായി തന്നെ ഇതിനെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. SIR-നെ ശക്തമായി എതിർക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. SIR തട്ടിപ്പിനെ ഗൂഢപദ്ധതിയായി എതിർക്കുമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. പൗരന്റെ വോട്ടവകാശത്തെ നിഗൂഢമായ വഴിയിലൂടെ തട്ടിമാറ്റുന്ന ഒരു കള്ളക്കളിയാണ് SIR എന്നും അദ്ദേഹം 24-നോട് പറഞ്ഞിട്ടുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.